എന്താ പറയാ, കുഞ്ഞിനെ തരില്ല എന്ന് പറഞ്ഞപ്പോ ഇനി ഞാൻ ഒരു ശല്യം ചെയ്യില്ല സാർ, ഒരു ഫോൺ കോൾ പോലും അവിടെ വിളിക്കില്ല. എന്നിട്ട് 18 വയസ്സ് കഴിഞ്ഞ് അവർ സ്വയപ്രകാരം ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒപ്പിട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ എന്റെ അപ്പയെ ഞാൻ കണ്ടത് ഇനി 30-ാം തീയതി ഞാൻ മോർച്ചറിയിൽ വെച്ചിട്ടാണ് എന്റെ അപ്പയെ ഞാൻ കാണുന്നത്. വിക്രമിനോട് പോലും അപ്പിനെ പോകും ഞാൻ കണ്ടില്ല. എന്റെ അപ്പിനെ കാല് പിടിച്ച് ഞാൻ പോകുന്നത് ഞാൻ കൊടുക്കൂലായിരുന്നു. എന്റെ അപ്പ എങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കും. ഒരു കുഞ്ഞിനെ ഇനി വരുത്തരുത്. അവള് ഈ ഏപ്രിൽ 11 മുതൽ ഇത്രയും ഡേറ്റിനുള്ളിൽ ഒരു ദിവസമെങ്കിലും ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ള മുറിവിന്റെ അടയാളമെങ്കിലും കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്നു. അവളെ ശ്രദ്ധപ്പെട്ടു. എങ്കിലും എന്തുകൊണ്ട് എന്നെ ഏൽപ്പിച്ചില്ല, അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടുകാരെ ഏൽപ്പിച്ചില്ല, അല്ലെങ്കിൽ ആരെടുത്ത് ഏൽപ്പിച്ചറിയുമെന്ന് ചൈൽഡ് ലൈനിൽ വിളിച്ച് അറിയിക്കാം. കാര്യം ഞാൻ ഈ കൈ പൊട്ടിയ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ തന്നെ മെയ് 3-ാം തീയതി കൊണ്ടാണോ തോന്നുന്നു, ആ ഡേറ്റിനാകണ്ടാണ് ഞാൻ ചൈൽഡ് ലൈനിൽ അവിടെ ഒരു സാറുമായിട്ട് വിളിച്ച് സംസാരിച്ചു. അപ്പൊ സാറ് പറഞ്ഞ സ്റ്റേഷനിൽ 3-ാം തീയതി ചെല്ലാൻ പറഞ്ഞേക്കല്ലേ, അവിടെ ചെന്ന് ഒത്തീർപ്പാക്കി എന്തിനാണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞു. പക്ഷെ നിലവിൽ എനിക്ക് ഒന്നും പിന്നെ അറിയാൻ പറ്റിയില്ല. അപ്പോഴേ എന്റെ അപ്പി പോയി. അപ്പോഴെന്റെ അപ്പി ഈ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോ ആ കുട്ടി ഒരു പ്രാവശ്യമെങ്കിലും ഓർമ്മിക്കും എന്റെ അമ്മ പഴയ പറ്റിട്ടില്ലല്ലോ, അവര് കൊല്ലണമെങ്കിൽ എന്നെ കൊന്നൂടെ, എന്നെ കൊന്നൂടെ, പോവാതല്ല എന്റെ അപ്പിയുടെ ജീവൻ കിട്ടുമല്ലോ. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എനിക്കിനി വേണ്ടെങ്കിലും ഒരു മോളെനിക്ക് വേണ്ട. സമൂഹത്തിലും ഉള്ളതിലും ഒരു കുഞ്ഞിന് ഇങ്ങനെ ഒരു ആപത്ത് വരാൻ പാടില്ല. എല്ലാ കുടുംബങ്ങളും നമ്മുടെ ശ്രദ്ധ വേണം. മുമ്പൊക്കെ നമുക്ക് പിന്നെ സ്വന്തം ലോകത്തെ ഏറ്റവും സുരക്ഷിത അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ്. അല്ലാതെ എനിക്ക് 1 2 10 കേസ് വരിക. അപ്പം അക്കാര്യത്തിൽ വളരെ ശ്രദ്ധ നമ്മളെല്ലാ അംഗൻവാടി പ്രവർത്തകരും ആശാപ്രവർത്തകരും എല്ലാവരും കുടുംബങ്ങളൊരു കണ്ണ് വേണം. എവിടെയാ എന്താ നടക്കുന്നത് ശ്രദ്ധപ്പെട്ട അപ്പോഴറിയിക്കണം. അമ്മേ ഇറങ്ങിക്കോട്ടെ, അപ്പുറത്തുനിന്ന് പോയിട്ട് പോകാം.